ഹലോ മുത്തുമണികളായ രണ്ട് സംഭവങ്ങൾ ഇപ്പം ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അതായത് നമ്മളെ ഷെഫീന താത്തേരെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെഫീന താത്തേരെ വീഡിയോയിൽ ഒരു മോള് വന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ ആ കുട്ടി പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവനവൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അതിൽ കയറി അഭിപ്രായം പറയുന്നത് മോശമല്ലേ എന്നുള്ളത്. രണ്ടാമത്തത്, ആണുങ്ങളാണ് ഇങ്ങനെ ചെയ്താൽ ഒന്നും പറയില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് മാത്രമേ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത്. മോളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണുങ്ങൾ ഷഡ്ഡി ഇട്ടും കൊണ്ടൊരു വീഡിയോയോ അല്ലെങ്കിൽ ഷഡ്ഡി ഇട്ടും കൊണ്ട് റോട്ടിലോട്ടോ ഒന്ന് നടന്നു നോക്ക്. എപ്പോൾ അവൻ്റെ പേരിൽ നഗ്നത പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് പോയെന്ന് കേട്ടാൽ മതി. ഒരു മുണ്ടെടുത്തോണ്ട് പോയാൽ പോലും അതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും കണ്ടുപോയി അല്ലെങ്കിൽ അയാളൊന്ന് മുണ്ടൊന്ന് മാറ്റിയാൽ പോലും അയാളെ പേരിൽ കേസാവും എൻ്റെ മക്കളെ. അതായത് അയാൾ നഗ്നത പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അതേസമയം കഴുത്തിറക്കമുള്ള ചുരിദാറും ഇട്ട് വയറും തുടയും ഒക്കെ കാണിച്ചും കൊണ്ടൊരു പെണ്ണും അങ്ങോട്ട് കേസാവുമോ അവളെ പേരിൽ? അപ്പോൾ അതുകൊണ്ട് അത് പറയരുത്, അത് പറയാൻ പാടില്ല. ഇനി രണ്ടാമത്തത്, വസ്ത്ര സ്വാതന്ത്ര്യം അവനവൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് എവിടം വരെ മാത്രം? നഗ്നത പ്രദർശിപ്പിക്കുന്നിടം വരെ മാത്രം. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെണ്ണ് നഗ്നത പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലിക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം അവർക്കത് കണ്ട് ആസ്വദിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പെണ്ണ് എത്രത്തോളം തുണി കുറച്ച് ഉപയോഗിക്കുന്നോ അത്രത്തോളം അതിനെ പ്രോത്സാഹിപ്പിക്കുക. കുറച്ചുകൂടി കാണിച്ച അതേസമയം ഒരാണ് ഒരു ഷഡ്ഡി കാണുന്ന തരത്തിലൊന്ന് പാൻറ് ഇട്ട് നോക്ക്, അപ്പം അവന് കിട്ടും എവിടെന്നെങ്കിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് രണ്ട് വശങ്ങളുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യം അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ മഞ്ജു പിള്ളയുടെ മകളായതുകൊണ്ടും ആവാം. കാരണം അവരൊരു നല്ല ആക്ടറാണ്, നല്ല മര്യാദയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന നല്ലൊരു വീട്ടമ്മയായിരുന്നു. അപ്പോൾ അവരുടെ മകള് ഇത്തരത്തിൽ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഇതായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അഭിമാനം. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ അഭിമാനം എന്ന് പറയുന്നത് ഭയങ്കര പവറുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളെ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. സ്ത്രീയുടെ അഭിമാനം എന്ന് പറയുന്നത് ഭയങ്കര പവറുള്ള ഒന്നാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു നിസാരം പോലെ തൻ്റെ നഗ്നത പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ അവർ ആ ഒരു രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവും. ഞാനും അത് കണ്ടിട്ട് അയ്യോ ഇതെന്തിങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ഈ നിമിഷ ബിജു, അതുപോലെ തന്നെ നിഷാന വ്ളോഗ് എന്നൊക്കെ പറയുന്ന കുറേ ലേഡികൾ ചില വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ ശരിക്ക് നമ്മളിങ്ങനെ ചിന്തിക്കും, ചേട്ടാ നമ്മളെ നാടിത് എങ്ങോട്ടാണ്? ഇത്രയും ഏജ് ആയിട്ടും ഇവരൊരു അമ്മയല്ലേ, ഇവരൊരു സ്ത്രീയല്ലേ, ഇവരൊരു മകളല്ലേ, ഇവരുടെ മാതാപിതാക്കൾ ഇത് കാണുന്നില്ലേ, ഭർത്താവ് ഇത് കാണുന്നില്ലേ, മക്കൾ ഇത് കാണുന്നില്ലേ? ഇപ്പം ഒരു സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്ന തരത്തിലുള്ള മക്കൾ, ഒരമ്മയുടെ സ്വന്തം നഗ്നത കണ്ട് ആനന്ദിക്കുന്ന മക്കളുണ്ടാവൂല. അതുപോലെ സഹോദരിയുടെ നഗ്നത കണ്ട് ആനന്ദം പുളകിതരാകുന്ന ഒരു സഹോദരനുണ്ടാവൂല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ചില വ്യക്തികൾ ഇതിനെ വിമർശിക്കുന്നത്. ഇപ്പം മഞ്ജു പിള്ളയുടെ മകളെന്ന് പറയുന്നത് ഒരു മോഡലാണ് അല്ലേ? ഈ മഞ്ജു പിള്ളയുടെ മകള് എന്ന് പറയുന്നത് ഒരു മോഡലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് കാണുന്ന ആൾക്കാർ ആ ഒരു ലാഘവത്തോടു കൂടി അത് വിടുമായിരിക്കും. പക്ഷേ നമ്മളെ നാട് എന്ന് പറയുന്നത്, നമ്മളെ രാജ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിപുലമാക്കപ്പെട്ടതും ഒരുപാട് ജോലി സാധ്യതകളുള്ളതും, അതിലിഷ്ടമുള്ള ജോലി സാധ്യത പലരും തിരഞ്ഞെടുക്കുന്നു. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു തരത്തിലുള്ള ജോലി സാധ്യത ആ കുട്ടിയും തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ ആത്മാഭിമാനത്തിന് സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് ഊന്നൽ കൊടുക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള ഒരു നിലയിൽ മാത്രം ആ വീഡിയോ കാണേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതിൽ കുറച്ച് ഭാഗത്ത് ഷെഫീന താത്ത കുറച്ച് വൈകാരികമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം നമുക്കറിയാൻ പാടില്ലേ നമ്മുടെ മക്കൾ എന്താണ്, ഏതൊരു വഴി കൂടിയാണ് യാത്ര ചെയ്യുന്നത്, അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാതാപിതാക്കളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം ഈ വിളിച്ച മോള് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആണുങ്ങൾ നഗ്നത പ്രദർശിപ്പിച്ചാലും മോളെ ലിംഗത്തിൻ്റെ വലിപ്പം കാണാൻ പറ്റുന്ന ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് ഒരാണ് റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നഗ്നത പ്രദർശിപ്പിച്ചെന്ന് എപ്പോൾ അവൻ്റെ പേര് കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ മതി. അതേസമയം സ്ത്രീകൾ അവരുടെ ഉന്തിയ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ടൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി അവളുടെ പേരിൽ ആരും കൊണ്ടൊന്ന് കേസ് കൊടുക്കൂല മോളെ. അതൊരു വലിയ വിവാദമൊന്നും ആവൂല.
മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മളെ നാട് അങ്ങനത്തെ ഒരു നാടാണ്.